എന്തൊരു എപ്പിസോഡായിരുന്നല്ലേ ഇന്നത്തത്. അതെ, വുമൺ കാർഡും വിക്ടിം കാർഡും അതുപോലെ തന്നെ പലരുടെയും മുഖങ്ങൾ. ആദ്യം ലക്ഷ്മിയൊക്കെ വലിയ കാര്യത്തിൽ ഫെയർ ഒക്കെ കളിക്കാൻ നോക്കി, എന്നിട്ട് അൺഫെയർ ആയിട്ട് വലിച്ചെടുത്തു. അനു എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? രാവിലെ തൈര് പാലായി, പാല് തൈരായി, എന്നിട്ട് അവസാനമോ അക്ബറും ആര്യനും കൂടെ അനുവിന്റെ വലയിൽ തന്നെ വീഴുകയും ചെയ്തു. അനുവിന്റെ കണ്ടന്റുകളും കണ്ടന്റ് ക്രിയേഷനും ഒക്കെ എക്സ്പോസ് ചെയ്തിരിക്കുകയാണ് പല രീതിയിലും. നിവിൻ ഇന്ന് ഫുഡ് താഴെ ഇട്ടത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. അത് ലക്ഷ്മി ചുവട് മാറ്റിയിരിക്കുകയാണ്. നാളെ തൊട്ട് അൺഫെയർ ആയിട്ട് തന്നെ കളിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ആദില മോഷ്ടിച്ചെടുത്തിരിക്കുന്നത് ഗെയിമിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. പക്ഷെ അവിടെയും എന്തെങ്കിലും ഒരു വിശ്വാസവഞ്ചന നടന്നിട്ടുണ്ടോ? എല്ലാ കാര്യങ്ങളും പറയാം. ആദ്യം പറയാനുള്ളത് PR-കളെ കുറിച്ചിട്ടാണ്. അതെ, PR-കളെ കുറിച്ചിട്ട്. അനു എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആദ്യം വരുന്നത് PR-കളാണ്. അതെന്താണോ അങ്ങനെ? എല്ലാവർക്കും PR ഉണ്ട്. പക്ഷേ താങ്ക്സ് ടു ബിഗ് ബോസ് ടീം, നിങ്ങളാണ് PR-കളെ എക്സ്പോസ് ചെയ്തത്. ഞാനിവിടെ എത്രയെന്ന് പറഞ്ഞിരുന്ന് പറയും, ആര് കേൾക്കും? കുറച്ച് ആൾക്കാരല്ലേ എൻ്റെ വീഡിയോ കാണുന്നുള്ളൂ. പക്ഷേ ഈ ലോകം മുഴുവനും ഓരോ മലയാളികളും അറിഞ്ഞിരിക്കുകയാണ് സീസൺ 7-ലെ 16 ലക്ഷത്തിന്റെ PR. അതാണ് താഴെ കാണുന്ന തെളിവ് കമന്റ് ബോക്സിൽ. ഇന്ന് അതായത് തൊട്ട് മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ ലൈവ് അപ്ഡേറ്റ് തരുന്ന വീഡിയോയ്ക്കകത്ത് ഈ പറയാത്തതും പറയാത്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങ് കമന്റ് ചെയ്തിട്ട് അങ്ങ് കരഞ്ഞങ്ങ് പോയിരിക്കുകയാണ്. ആ കരച്ചിലാണ് PR കരച്ചിലുകൾ. അതെ, ഈ അനു ആയാലും അക്ബർ ആയാലും ഷാനവാസ് ആയാലും അനീഷ് ആയാലും ആരാണെങ്കിലും ഏത് കണ്ടസ്റ്റന്റ് ആണെങ്കിലും അയാൾ വിന്നർ ആവുകയോ ടോപ്പ് 5 കയറുകയോ എന്തോ ചെയ്താലും അവരുടെ ഗെയിമിനെ നെഗറ്റീവ് ഓർ പോസിറ്റീവ് പറയാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അല്ലാണ്ട് പൈസ മേടിച്ചിട്ട് അവരെ പൊക്കി അടിക്കാൻ എനിക്ക് പറ്റത്തില്ല. നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്നുണ്ടിരിക്കുന്നത് PR-കളെ. എൻ്റെ വീഡിയോ കാണാൻ പ്രേക്ഷകരുണ്ട്, നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. വേറൊരു കാര്യമുണ്ട് പ്രേക്ഷകരെ, നിങ്ങൾക്കറിയാമോ? കഴിഞ്ഞ 2 ആഴ്ച ഡാൻസ് മാരത്തോൺ എന്ന് പറഞ്ഞ ഒരു വീക്കിലി ടാസ്ക് വന്നു. അന്ന് അനുവിൻ്റെ പെർഫോമൻസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇപ്പോഴും ഞാൻ പറയുന്നു പൂർണ്ണ മനസ്സോടുകൂടി, എനിക്ക് ഒരു കണ്ടസ്റ്റന്റിനോടും ഒരു കാര്യവുമില്ല. അവർ നന്നായിട്ട് ചെയ്താൽ നല്ല ഗെയിമായിട്ട് പറയും, നെഗറ്റീവായിട്ട് പറഞ്ഞാൽ നെഗറ്റീവായിട്ട് തന്നെ പറയും. അതിനകത്ത് ഒരു ഇതുമില്ല. പക്ഷെ എൻ്റെ ഇടയിൽ വന്ന് വൃത്തികെട്ട ചീപ്പ് ഗെയിം കളിക്കുന്നത് ഈ PR-കളാണ്. ഈ PR കമന്റുകളും ടോക്സിക് ആർമികളുമാണ്. അന്ന് ഞാൻ പറഞ്ഞു അനുവിൻ്റെ ഗെയിമാണ്, അനുവിൻ്റെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അനു അവിടെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്ത് ആ കുട്ടിക്ക് 2 പോയിന്റ് എക്സ്ട്രാ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ വീഡിയോ എടുത്ത് കട്ട് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് സ്റ്റോറി ആക്കി ഇടാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം അനുവിന്റെ നെഗറ്റീവ് ഗെയിമിനെ കുറിച്ച് പറഞ്ഞാലും അതും അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. മനസ്സിലായോ? അല്ലാണ്ട് താഴെ വന്ന് കിടന്ന് കരഞ്ഞ് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ കണ്ടതുപോലെ, ലൈവ് കണ്ടതുപോലെ, എപ്പിസോഡ് കണ്ടതുപോലെ ഞാൻ പറഞ്ഞിരിക്കും. അപ്പൊ ഇന്ന് അനു നെഗറ്റീവ് ആവുമെന്ന് നേരത്തെ അറിയാം. ഇന്നലെ കിട്ടിയല്ലോ, കാര്യം ലൈവൊക്കെ ഇന്നലെ കഴിഞ്ഞല്ലോ. സോ ഇന്ന് നെഗറ്റീവ് ആവാന്ന് അറിയേണ്ടത് ഇന്നലെ തൊട്ട് തുടങ്ങി. അതായത് എനിക്കെതിരെ വീഡിയോസ് ഇടാനും ഒക്കെ നടക്കട്ടെ. അത് നിങ്ങളുടെ ഇത്. പക്ഷെ താങ്ക്സ് ടു ബിഗ് ബോസ് ടീം, നിങ്ങളെ സത്യം പറഞ്ഞാൽ തുറന്നു കാട്ടി. ഇനി എനിക്ക് ഇവിടെ കിടന്ന് കട്ടപ്പെട്ട് കിടന്ന് PR ആണെന്ന് പറയേണ്ട ആവശ്യമില്ല. ഓരോ ജനങ്ങൾക്കും ഓരോ മനുഷ്യർക്കും അറിയാം PR ആണെന്നുള്ളത്. അപ്പം നടന്നോട്ടെ, നിങ്ങളുടെ പണി നടന്നോട്ടെ, ഞാൻ എൻ്റെ പണി നടത്തും കേട്ടോ. അപ്പോൾ അത് കഷ്ടപ്പെടതാ. ഇനി ഞാൻ അനുവിൻ്റെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അനുവിൻ്റെ ഗെയിം ബിഗ് ബോസ് സീസൺ 7 എന്ന് പറയുന്നത് ഒന്നാമത്തത് അടുക്കളയാണ് ഈ കുട്ടിയുടെ മെയിൻ കണ്ടന്റ്. രണ്ടാമത്തെ കണ്ടന്റ് പറഞ്ഞാൽ പുതപ്പ്, അതിനകത്ത് ആരാണ്, അങ്ങനത്തെ സംഭവങ്ങൾ, അങ്ങനത്തെ പ്രവൃത്തികളും പുതപ്പിൻ്റെ അടിയിൽ എന്താണെന്നും ഈ കിച്ചൺ കാര്യങ്ങളുമാണ് ഈ കുട്ടിയുടെ മെയിൻ കണ്ടന്റ്. അനുവിൻ്റെ അത് മെയിൻ ഈ കുട്ടി, അത് നമ്മുടെ അനു എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് നെഗറ്റീവ് ആയിരിക്കുന്നതും പോസിറ്റീവ് ആയിരിക്കുന്നതും ഈവൻ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി നടത്തി വൻ പ്രേക്ഷക പിന്തുണ നേടിയതും ഈ ഗെയിമിൽ നിന്നാണ്. ആ ഗെയിം അനു പിന്നെ എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതെ, അതായത് സ്വന്തമായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കിച്ചണിനകത്ത് കയറി കുറേ കാര്യങ്ങൾ ചെയ്യുക, അതായത് ഇട്ടുകൊടുക്കുക, മറ്റുള്ളവർക്ക് ഇട്ടുകൊടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് പോസിറ്റീവിങ് മേടിക്കുക. ആ ഗെയിമാണ് ഇന്ന് പലരും എക്സ്പോസ് ചെയ്തത്. ഇത്രയും ദിവസങ്ങളായല്ലോ, അപ്പോൾ അവർക്കും കത്തുമല്ലോ എന്താണെന്നുള്ളത്. സോ ഇന്ന് ആദ്യം തന്നെ ഞാൻ ഇന്ന് രാവിലെ ഞാൻ സത്യം പറഞ്ഞാൽ തെറ്റിദ്ധരിച്ചു പോയി. അതെ, ഞാനും തെറ്റിദ്ധരിച്ചു പോയി. ഞാൻ വിചാരിച്ചെന്നാണ്, അനു വിചാരിച്ചത് തൈരെന്നാണ്. ഞാൻ ലൈവ് അപ്ഡേറ്റിൽ ഞാൻ പറഞ്ഞു പാവ അനു ആ തെറ്റിപ്പോയി എന്ന് ഞാൻ പറഞ്ഞു. എനിക്കായാലും തെറ്റിപ്പോവും. ഞാനും ചിലപ്പം തൈരെടുത്ത് അങ്ങ് ഒഴിക്കും. ചിലപ്പോൾ എനിക്ക് പറ്റലുണ്ട് പാലാന്ന് വെച്ചിട്ട്. പക്ഷെ അല്ല, അത് പാല് പിരിഞ്ഞതാണ്. അത് പുള്ളിക്കാരിക്ക് അറിയായിരുന്നു. അത് പുള്ളിക്കാരി സമ്മതിക്കുകയും ചെയ്തു. അതാണ് കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് അതിൽ നിന്ന് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത്, അതായത് ഒരു മോശമായ കാര്യം ബാഡായിട്ടുള്ള കാര്യം ചെയ്തിട്ട് ഗുഡ് ആവുക.
പുറത്ത് ഗുഡാവുക, ഇതാണ് അനുവിന്റെ കണ്ടന്റ്. ഇതിൽ അനു കുറേ വിജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് അത് പല ആൾക്കാരും വീട്ടിലെ പല ആൾക്കാരും എക്സ്പോസ് ചെയ്തു. പക്ഷെ പല ആൾക്കാരും അതിന് വീടിട്ടുമുണ്ട്. അപ്പൊ ഇന്ന് രാവിലെ ലക്ഷ്മി ചെയ്ത ഒരു മോശം പ്രവൃത്തി, അനുവിന്റെ ബക്കറ്റിലുള്ള ഡ്രസ്സ് എടുത്ത് താഴെ ഇട്ടു. വളരെ മോശം. ഈ ലക്ഷ്മിയുടെ തുണി എടുത്ത് താഴെ ഇട്ടിരുന്നെങ്കിൽ ലക്ഷ്മി സഹിക്കുമായിരുന്നു. അത് ലക്ഷ്മി ചെയ്തത് വളരെ തെറ്റായിട്ടാണ് എനിക്ക് ഫീൽ, വളരെ റോങ്. ആ തുണി എടുത്ത് പല പൈപ്പിന്റെ മുകളിലോ ആങ്കറിലോ തൂങ്ങിക്കൂടായിരുന്നോ? ഈ കഴുവാൻ വെച്ചിരുന്ന അല്ലെങ്കിൽ കഴുവാൻ ഇട്ടിരുന്ന തുണി എടുത്തിട്ട് താഴെ ഇടുന്നത് നല്ല പ്രവൃത്തിയല്ല. എന്നിട്ട് അത് കഴുകി കൊടുക്കാന്ന് പറഞ്ഞു. അതെന്തോന്നാണ്? തറയിടാമെങ്കിൽ കഴുകി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനെക്കാട്ടി തറയിൽ ഇടാതിരുന്നാൽ പോരെ. സോ അവിടെ നിന്ന് തുടങ്ങിയാണ് അനുവിന്റെ ഗെയിം. അനു കിച്ചണിൽ കയറിയിട്ട് 2 പാലാണ് വന്നത്. എനിക്ക് വരെ തെറ്റിപ്പോയടാ രാവിലെ. ഞാൻ ലൈവ് അപ്ഡേറ്റിൽ നേരെ തിരിച്ചാ പറഞ്ഞു. അയ്യോ കാര്യം ഞാനും കാണുന്നില്ലല്ലോ. എന്നിട്ട് ഇത് വൈകുന്നേരമാണ് തെളിഞ്ഞത്. അതായത് 2 കവർ പാലാ വന്നത്. അപ്പോൾ അനീഷ് പറഞ്ഞു ഇല്ല ഇത് തൈരാണെന്ന് പറഞ്ഞു. സംഭവം പാല് പിരിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അനു അതെടുത്ത് ഒഴിച്ചു, എന്നിട്ട് വെള്ളവും കൂടെ ഒഴിച്ചു. അത് കഴിഞ്ഞ് അപ്പോൾ അനുവിന് മനസ്സിലായി ഇത് പാല് പിരിഞ്ഞു എന്നുള്ളത്. പക്ഷേ പനീർ ഉണ്ടാക്കുന്ന കേസ് വന്നപ്പോഴാണ് ഇത് പാലാന്ന് മനസ്സിലായത്. പക്ഷെ തൈരായിട്ട് തന്നെ ബാക്കിയുള്ളവരത്തേക്ക് എത്തിയത്. എന്നിട്ട് അവരവിടെ ഭയങ്കര വഴക്ക് കിടന്നു. ലൈവ് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല, ലൈവിൽ ഒരുപാടുണ്ടായിരുന്നു. തൈരാന്ന് വിചാരിച്ചുകൊണ്ട് ഒരുപാട് അവിടെ വഴക്കും ബഹളമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം അതിനെ സംബന്ധിച്ചാണ് പിന്നെ വഴക്കുകൾ വരുന്നത്. അതിൻ്റെ ഇടയിൽ നൂറ വന്ന് കയറുന്നു. അതായത് ആദില വന്ന് കയറുന്നു. ഇതിൽ കുലസ്ത്രീ കളിക്കുകയാണെന്ന് തന്നെയാണ് ആദില പറയുന്നത്. എത്ര ഫ്രണ്ട് ആണെങ്കിലും ആദില ഇവിടെ അനുവിന് അഗൻസ്റ്റ് ആയിട്ട് കളിക്കുന്നുണ്ട്. അവരും ഗെയിം കളിക്കാനാണ് വന്നത്, അവർക്കും കളിക്കണ്ടേ? അനുവിന് മാത്രം കളിച്ചാൽ പോരല്ലോ. സോ ഇവിടെ കുലസ്ത്രീ കളിക്കുകയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം നൂറേനെ മനഃപൂർവ്വം ചായ ഇടാൻ വേണ്ടി കയറ്റി. അപ്പോൾ അവിടെ അനുവിൻ്റെ ഈഗോ വർക്കൗട്ടായി. അതായത് അനുവിന് പിന്നെയും ദേഷ്യം വന്നു. കാരണം നൂറയുടെ ചായ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈവിൽ കണ്ടാണ്. അത് കഴിഞ്ഞ് പയർ എടുത്തു എന്ന് ആദില പറഞ്ഞു. പിന്നെ ഇവിടെ അനുവിൻ്റെ ഡബിൾ സ്റ്റാൻഡ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇന്നലത്തെ ഒരു എപ്പിസോഡിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, നൂറയ്ക്ക് മട്ടണോ ചിക്കനോ പീസ് എടുത്ത് കൊടുക്കുന്നത്. അന്ന് ഷാനവാസ് ഒരു മട്ടൺ പീസ് എടുത്തെന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ ബഹളം. അനുവിൻ്റെ ഒരു ഗെയിമിൻ്റെ ഒരു ഡൗൺഫോൾ എവിടെയെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി പറയണ കാര്യങ്ങളൊക്കെ തന്നെ പുള്ളിക്കാരിയും ചെയ്യും. ചീത്ത വിളിക്കരുതെന്ന് പറഞ്ഞാൽ വീട്ടുകാരെ വിളിക്കരുതെന്ന് പറഞ്ഞാൽ വീട്ടുകാരെ വിളിക്കും. ഈ അനുവും വിളിച്ചിട്ടുണ്ട്. അതായത് ഒരു ഡെക്കോറം കീപ്പ് തന്നെ പുള്ളിക്കാരിയും കീപ്പ് ചെയ്യത്തില്ല. കിച്ചണിനകത്ത് ഒരു ഇത് കീപ്പ് തന്നെ അത് പുള്ളിക്കാരിയും കീപ്പ് ചെയ്യില്ല. ഇതൊക്കെ അനു തന്നെയാണ് പറയണത്. പക്ഷെ അനു തന്നെ അത് മുറിച്ചും കളയും അവിടെ നടക്കുന്നത്. അപ്പോൾ ഇത് അന്ന് മട്ടൻ്റെ പീസിന് വഴക്കുണ്ടാക്കിയ കരഞ്ഞു വിളിച്ച അനു ഇന്നലെ നൂറയ്ക്ക് അതൊന്നൊരു പീസ് എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. സോ ഇതെല്ലാം ആ ഒരു ഡബിൾ ഗെയിമാണ്. ഇതെല്ലാം എക്സ്പോസ് ആവുന്നുണ്ട്. പുള്ളിക്കാരിക്ക് എക്സ്പോസ് ആവുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾ താഴെ കിടന്ന് കരയണ്ട, അത് എക്സ്പോസ് ആയിക്കോട്ടെ, പുള്ളിക്കാരിയുടെ ഗെയിമാണ്. അതിപ്പോൾ എന്തായാലും നമുക്കെന്താ അല്ലേ, വോട്ടുണ്ടല്ലോ, അത് പ്രശ്നമൊന്നുമില്ല. പുള്ളി അനു തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്കിപ്പം നെഗറ്റീവ് ആയാലും പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ കിടന്ന് കരയണം എന്തിന് താഴെ വന്ന് കിടന്ന്, ഞാൻ പറയാനുള്ള പറയട്ടെ. അത് കഴിഞ്ഞ ശേഷം ഉള്ളിയും പയറും പറ്റത്തില്ലെന്ന് പറഞ്ഞു പോലും. അവിടെയാണ് ആദിലെയും നൂറയും കയറി അനുവിന് അഗൻസ്റ്റ് ആയിട്ട് ഗെയിം കളിക്കുന്നത്. പക്ഷേ ഈ അനു എന്ത് ചെയ്ത ഗെയിം, അനു തിരിച്ച് ഗെയിം കളിച്ചു. ഇന്ന് ടാസ്കിൽ അതൊരു ഫിസിക്കൽ ടാസ്ക്കാണ്, പക്കാ ഫിസിക്കൽ ടാസ്ക്കാണ്. അക്ബറിന്റെ കാര്യം, അക്ബറിന് ഭയങ്കര പൊക്കമുണ്ട്. അക്ബറിന് കുനിയാതെ ഇത് എടുക്കാൻ പറ്റൂല. അക്ബറിന് ഇങ്ങനെ നിന്നിട്ട് പാവ എടുക്കാൻ പറ്റൂല. ഇങ്ങനെ നിന്നിട്ട് അവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരുന്നു. അനീഷൊക്കെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്. അനീഷ് നല്ല രീതിയിൽ ഫിസിക്കലായി, അവിടെ കയ്യിൽ മുറിവ് പറ്റാത്തവരായി ആരുമില്ല. ഈവൻ ഇനി പറയാം, അവിടെ ലക്ഷ്മി ഫെയർ ഗെയിം കളിക്കണമെന്ന് പറഞ്ഞ ലക്ഷ്മി ഇത്രയും കാണിച്ചു കൂട്ടി. അല്ലെങ്കിൽ ലക്ഷ്മിക്ക് ഇമാതിരിയുള്ള കേസ് കെട്ടുകളൊക്കെ എടുത്തു വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് കുറച്ച് സപ്പോർട്ട് കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് തന്നെയാണ് പുള്ളിക്കാരി അക്ബറിനെ കുറേയൊക്കെ ഷെയിം ചെയ്തിട്ടുണ്ട്, കുറേ മോശം വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ലൈവിനകത്ത് വളരെ വളരെ മോശം വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ലൈവിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞേക്ക്, ജന്തുവാണ്, വൃത്തികെട്ട മറ്റേതാണെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്നിട്ട് കമൻസ്, അതേ ബസ്സിൽ നിൽക്കുന്ന പോലെയാണെന്നൊക്കെ. പിന്നെ കുറേ വൃത്തികേടുകൾ അനുവിൻ്റെ വായിന്ന് വൃത്തികേട്ടായിട്ടുള്ള രീതിയിലാണ് അക്ബറിന്റെ ആ ഒരു മൂവ്മെന്റിനെ അനു പറഞ്ഞത്. അപ്പോൾ അത് ഒരു മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ആദിലയും ഈ വലിയ ഭയങ്കരമായി ഇതായിട്ട് നിന്ന ലക്ഷ്മിയും കൂടെ പറഞ്ഞത്. ഇനി അങ്ങനെ പറയല്ലേ അനു, അതൊരു സ്റ്റേറ്റ്മെന്റ് മോശമാണ്, ആ രീതിയിൽ ഒരിക്കലും ഇവിടെ ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ഒരു മാസം മുന്നേ നടന്ന മട്ടാസ്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതിനകത്ത് ഓരോരുത്തരുടെ പുറത്തായിരുന്നു. അന്നും അക്ബറിനെതിരെ ഇങ്ങനെ ഒരു സംഭവം വന്നായിരുന്നു. ജിസേലിനെ കയറി പിടിച്ചെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ജിസേൽ നിങ്ങളാണ് പെണ്ണ് കേട്ടോ, സത്യമായിട്ടും നിങ്ങളാണ് പെണ്ണ്. നിങ്ങൾ നേരത്തെ പോയി, നിങ്ങൾക്ക് നല്ലത്, നിങ്ങൾ നന്നായിട്ട് പോസിറ്റീവായിട്ട് ഇറങ്ങിയല്ലോ, നല്ലതായിട്ടിരിക്കട്ടെ, അത്ര എനിക്ക് പറയാനുള്ളൂ. കാര്യം നിങ്ങൾ അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് എടുത്തത്. അക്ബർ ഇങ്ങനെ പിടിച്ചു, ഇങ്ങനെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനെ വളരെ ഇതായിട്ട് എടുത്ത് അതിനെ വിട്ടു. അതാണ് അവിടെ ക്വാളിറ്റി എന്ന് പറയുന്നത്, മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ അസലായിട്ട് ലക്ഷ്മി കയറി കളിക്കാൻ നോക്കി. പക്ഷേ അനുവിൻ്റെ വായിൽ നിന്ന് പിന്നെ വന്ന കാര്യങ്ങളിൽ ലക്ഷ്മിക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ആ കാര്യം പിന്നെ വന്നതൊക്കെ പിന്നെ അത് ഒട്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. കംപ്ലീറ്റ്ലി വുമൺ കാർഡാണ് ഫസ്റ്റ് കളിച്ചത്. പക്ഷേ അവിടെ എല്ലാവരും വുമൺ ആണെങ്കിലും അവിടെ ബാക്കി ആർക്കും ആ കാർഡിൻ്റെ പ്രശ്നമില്ല. കാര്യം എല്ലാവരും മട്ടാസ്കിലൊക്കെ എന്തൊക്കെയാണ് കളിച്ചത് ഓർമ്മയുണ്ടോ നിങ്ങൾ? ഒന്നിൻ്റെ പുറകെ ജിസേലിൻ്റെ മോളിൽ തന്നെ 10 പേരായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളവും ഇടിയൊക്കെ ഉണ്ട്. പക്ഷേ എന്ത് പോസിറ്റീവായിരുന്നു ആ ഒരു ബിഗ് ബോസ് ഇട്. എനിക്ക് കൊതിയാവുന്നടാ നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടി, സത്യമായിട്ടും പഴയ കണ്ടസ്റ്റൻസിനെ.
നിങ്ങളൊക്കെ വരാൻ സമയമായി, ഈ ഡേർട്ടി ഗെയിം നിർത്തിയിട്ട് നിങ്ങളൊക്കെ വന്നിട്ട് അങ്ങ് നമുക്ക് സീസൺ അങ്ങ് എൻഡ് ചെയ്യാം. സത്യമായിട്ടും രേണുവിനെയൊക്കെ മിസ് ചെയ്യാണ് ഞാൻ. അത്രയ്ക്ക് നെഗറ്റീവായിട്ടുണ്ട് ഈ സീസൺ, അത്രയ്ക്ക് നെഗറ്റീവ്. അത് നിങ്ങളെയൊക്കെയാണ് സത്യം പറഞ്ഞ മിസ്, സത്യം. പിന്നെ നിങ്ങളൊക്കെ രക്ഷപ്പെട്ട് കേട്ടാ, നിങ്ങളൊക്കെ രക്ഷപ്പെട്ട് ആദ്യമേ പോയത് സത്യമാണ്. ഈ ഒരു ചെളി പറ്റാതെ അങ്ങ് ഇറങ്ങി പോയല്ലോ. രേണുവിനൊക്കെ ഭയങ്കര ഭാഗ്യമുണ്ട്, ലാലേട്ടൻ്റെ കയ്യും പിടിച്ച് ഇറങ്ങി പോകാൻ പറ്റിയല്ലോ. അല്ലെങ്കിൽ രേണുവൊക്കെ ഇവിടെ നിൽക്കേണ്ടി വന്നേ. പിന്നെ ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ അറിഞ്ഞു വേഗളം വെച്ച് അതിൻ്റെ അടയെ കിടന്ന് അയ്യോ ആലോചിക്കാൻ പോലും രേണു ഭാഗ്യമുണ്ട് രേണുവിന്. രേണു ആ കറക്റ്റ് സമയത്താണ് ഔട്ടായതല്ല ഇറങ്ങി ലാലേട്ടൻ്റെ കയ്യും പിടിച്ച് പോയത്. ഇതിൽ പരം നല്ലൊരു ആ ഒരു സമയം രേണുവിന് വേറെ ഇല്ല. നല്ല സമയത്ത് ഇറങ്ങിപ്പോയത്, ഉചിതമായ തീരുമാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, അത് കഴിഞ്ഞ ശേഷം നിവിൻ്റെ കയ്യിൽ മാന്തി പൊളിച്ചു. അനീഷ് നമ്മുടെ അക്ബറിനെ കടിച്ചു, അപ്പോഴത്തേക്ക് അക്ബർ അടിച്ചു. അപ്പോൾ ഇമാതിരിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഇതിലെല്ലാവരും ഫിസിക്കലാവാത്തവരായിട്ട് ആരുമില്ല, എല്ലാവർക്കും അടിയും പിടിയും പറ്റി. ഇനി അടുത്തത് ഫുഡിൻ്റെ പ്രശ്നം. ആര്യനും അക്ബറും കൂടെ നിന്നിട്ട് അനുവിനെ കൂട്ടുപിടിച്ചിട്ട് എന്നൊന്ന് കടലമാവ് ദോശ ഉണ്ടാക്കി. അവസാനം അനു പറഞ്ഞു എനിക്ക് അകത്തുള്ള ആദിലേക്ക് നൂറയ്ക്കും കൊടുക്കണമെന്ന്. ആദിലെ നൂറയും പ്ലേറ്റ് മാറ്റിയിട്ട് പറഞ്ഞു അനു അവിടെ സമ്മതിക്കുന്നില്ല, അനു മറ്റേ ഉള്ളിയും പയറും ഒന്നും എടുക്കാൻ സമ്മതിക്കില്ലെന്ന്. എന്നിട്ട് ഇത് ആർക്കാണോ എടുത്തോണ്ട് വന്നത് അനു തന്നെ അത് കഴിച്ചു. അനുവും നിവിനും കൂടെ എന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടിയത്? എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയത്? നിവിൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? നിവിൻ്റെ കാര്യം പിന്നെ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. നിവിൻ നന്നായിട്ട് കളിക്കുന്നുണ്ട്, അനുവിന് എഗൻസ്റ്റ് ആയിട്ട് നല്ല പേഴ്സണലായിട്ട് തന്നെ കളിക്കുന്നുണ്ട്, അനുവും പേഴ്സണലായിട്ട് കളിക്കുന്നുണ്ട്. അവിടെ ആരാണ് പേഴ്സണലായിട്ട് കളിക്കാത്തത്? എല്ലാവർക്കും പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ട്. ഞാൻ നോക്കുമ്പോൾ ആദിലയും നൂറയും വരെ അവിടെ അനുവിന് എഗൻസ്റ്റ് ആയിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ പിന്നെ എല്ലാവർക്കും കളിച്ചുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും? ചുരുക്കം പറഞ്ഞാൽ അവിടെ ആരും ഇല്ല, അതാണ് പറയാനുള്ളത്. എല്ലാം ഇറ്റ്സ് ഡേർട്ടി ഗെയിം ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ നോക്കാനില്ല, ഇനി ഒന്നും നോക്കാനില്ല. ഇനി അങ്ങനെ എങ്ങനെയെങ്കിലും ആ ടിക്കറ്റ് ഫിനാലിൽ മിക്കവാറും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് കൊല്ലുമെന്നോ എല്ലാം കൂടി അറിഞ്ഞൂടാ എന്ത് നടക്കാൻ പോകണമെന്ന്. സത്യം പേടിയാവുന്നു ആലോചിക്കുമ്പോൾ തന്നെ. മറ്റത് അങ്ങനെയല്ല, നമ്മളൊക്കെ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് കാത്തിരിക്കും. അയ്യോ ടിക്കറ്റ് ഫിനാലെ ആർക്കായിരിക്കും കിട്ടണത് എന്നൊക്കെ പറഞ്ഞ്. ഇതിപ്പോൾ പേടിയാണ്. അയ്യോ നാളെ എന്തരായിരിക്കുമോ എന്തോ, നാളെ എന്താവുമോ എന്തോ, നാളെ ആരെ അടിക്കുമോ എന്തോ, ഇനി തൊഴിക്കുമോ, ചീത്ത വിളിക്കുമോ, ഇനി എന്ത് അപവാദമായിരിക്കും നാളെ പറയാൻ പോണത്. ഇങ്ങനെയുള്ള പേടിയിലാണ് ഞാനൊക്കെ ഇരിക്കുന്നത്. നാളെ ആർക്കായിരിക്കും കിട്ടാൻ പോകണമെന്നൊക്കെ ഉള്ളത്. സോ അമ്മാതിരിയാണ് ഈ കണ്ടസ്റ്റൻറ്റിൻ്റെ ലെവൽ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി നാളെ നിലപാടൊക്കെ മാറ്റി, ആദർശവതിയൊക്കെ നിലപാട് മാറ്റി അൺഫെയർ ആയിട്ട് കളിക്കാനുള്ള പരിപാടിയാണ്. കാര്യം പുള്ളിക്കാരിക്ക് ഈ മാർക്കൊക്കെ കണ്ട്, ഈ പോയിൻ്റൊക്കെ കണ്ട് നമ്മുടെ അനു ഒറ്റയടിക്ക് തന്നെ മേലെ കയറി. ഒറ്റയടിക്ക് പുള്ളിക്കാരി 3ാമത്തെ പൊസിഷനിലെത്തി. അത് കണ്ടിട്ട് ലക്ഷ്മിക്ക് ഒട്ടും പറ്റുന്നില്ല, പോയിന്റ് കണ്ടിട്ട്. ഇന്ന് അവിടെ ലൈവിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു, ഞാൻ മിക്കവാറും നാളെ തൊട്ട് എൻ്റെ ആദർശമൊക്കെ മാറ്റി വെച്ച് അൺഫെയർ ആയിട്ട് കളിക്കുന്നത്. നാളത്തെ കളി അതിപ്രധാനമാണ്. നാളെ മിക്കവാറും പോയിന്റ്സ് ഒരുപാട് കിട്ടുന്ന ഒരു ടാസ്ക് ആയിരിക്കും ബിഗ് ബോസ് കൊടുക്കുന്നത്. നാളെയും എല്ലാം കലങ്ങി മറിയും. പിന്നെ ഇനി അക്ബർ ആദിലയുടെ പ്രശ്നം. ആദില പാർട്ട് ഓഫ് ദ ഗെയിമാണ്. മോഷ്ടിച്ചത് ആദിലയുടെ ഗെയിം ആയിരുന്നു അത്. ആ അക്ബറിൻ്റെ മോട്ടിക്കണം, അക്ബറിൻ്റെ മാത്രം മോട്ടിക്കണം എന്നുള്ളത് അത് ഇറ്റ്സ് എ പേഴ്സണൽ ഗെയിം. മനസ്സിലായില്ലേ? ആദിലയ്ക്ക് വേണമെങ്കിൽ പലരുടെയും മോട്ടിക്കായിരുന്നു. പക്ഷേ അക്ബറിനെ മാത്രം ചൂസ് ചെയ്ത് മോട്ടിച്ചത് അത് പേഴ്സണൽ ഗെയിമാണ്. പക്ഷെ അത് പേഴ്സണലും കൂടിയാണ്. ആദില പറഞ്ഞായിരുന്നു, അയാൾ എന്നെ കയറി ഇങ്ങനെ വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാനത് ചെയ്തതെന്നുള്ളത്. സോ അത് പേഴ്സണലും കൂടിയാണ്. അവിടെ ഗെയിമും കളിച്ച് അക്ബറിനെ താഴെ ഇട്ടു. ഓക്കെ, അത് കഴിഞ്ഞ് ഇവിടെ പ്രശ്നം വന്നത് അക്ബർ പറഞ്ഞായിരുന്നു നിന്റെ മുന്നിൽ വെച്ചിട്ടാണ് ഞാനത് പോയത്. അവിടെയാണ് ആദില ഇച്ചിരി നെഗറ്റീവ് ആവുന്നത്. കാര്യം ആദിലയെ വിശ്വസിച്ച് അവിടെ വെച്ചിട്ട് പോയ അക്ബറിൻ്റെത് ആദില തട്ടിയെടുത്തു. ശരിക്കും പറഞ്ഞാൽ അക്ബർ അത് സംരക്ഷിക്കേണ്ടത് അക്ബറിന്റെ കടമയാണ്. പക്ഷെ അക്ബർ അത് അമിതമായി ആദിലയെ വിശ്വസിച്ചു. അവിടെയാണ് അക്ബറിന് പറ്റിപ്പോയതും. ആദില ഇവിടെ ഇതാവാൻ കാരണം ആദില അവിടെ വിശ്വാസവഞ്ചന കാണിക്കുകയും ചെയ്തു. ആദില പക്ഷേ ഗെയിമും കളിച്ചു. ഇങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് വേണമെങ്കിൽ ആദിലയുടെ ഫാൻസിന് ഇത് പറയാം, അക്ബറിന്റെ ഫാൻസിന് അതും പറയാം. ആ രീതിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോയാലോ കുഞ്ഞുങ്ങളെ? താഴെ കിടന്ന് കരഞ്ഞോണ്ടിരിക്കട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. അപ്പം തല തെറിച്ചവനൊട്ടാകെ വാഴുന്ന എന്ന പാട്ടൊക്കെയാണ്. അങ്ങനെ ഒരു പാക്കറ്റ് പാല്, ഒരു പാക്കറ്റ് തൈര്. ആരാണ്? അനീഷ് രാവിലെ. അയ്യോ അനുമോളെ, ഒരു പാക്കറ്റ് പാല്, ഒരു പാക്കറ്റ് തൈര്. അനു മിണ്ടായിക്കാണ്. അവസാനം പാലെടുത്ത് ഒഴിച്ചിട്ട് ഈ പാലെടുത്ത് ഒഴിച്ചിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചപ്പോഴത്തേക്കും അതിങ്ങനെ പിരിഞ്ഞിരിക്കുന്നു. അപ്പം ഒരു പാക്കറ്റ് പാല്, ഒരു പാക്കറ്റ് തൈരാണ് വന്നത്. അപ്പോൾ ലക്ഷ്മി, അനീഷ് ഇത് കുടിക്കല്ലേ, അനീഷ ഇത് കുടിക്കല്ലേ, കുടിച്ചു കഴിഞ്ഞാൽ വയറ് കേടാവും, ഞാൻ നോക്കിക്കോളാം. അപ്പം സാബുമാൻ, ഇവിടെ പനീറാക്കാൻ പറ്റുമോ? ഇത് ഞാൻ പനീറാക്കിക്കോളാം. അപ്പം അനു, ആരും ഇവിടെ പനീറൊന്നും ആക്കണ്ട, ഞാൻ നോക്കിക്കോളാം ഇവിടെ എന്ത് നടത്തണം എന്നുള്ളത്, കേട്ടല്ലോ.
അല്ല, ഒരു പാക്കറ്റ് പാലും കളഞ്ഞു, ഒരു പാക്കറ്റ് പയറും കളഞ്ഞു. അപ്പൊ അനു ഇവിടെ ചെയ്തതെല്ലാം തെറ്റ് തന്നെയല്ലേ? അനു ഇത് വേസ്റ്റ് ചെയ്തില്ലേ? അവിടെയാണ് അനുവിന്റെ ഗെയിം വരുന്നത്. അതായത് ഒരു പാക്കറ്റ് തൈരല്ല പാലാണെന്ന് അറിയുകയും ചെയ്യാം. ഒരു പാക്കറ്റ് പയർ കളഞ്ഞിട്ടില്ല. പുള്ളിക്കാരി അവിടെ 3 ദിവസമായിട്ട് എടുത്ത് വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പുറത്ത്. അതെടുത്തിട്ടാണ് ഇന്ന് രാവിലത്തെ കറി ഉണ്ടാക്കിയത്. എന്നിട്ട് അത് മിണ്ടാതെ നിന്ന് കറി ഉണ്ടാക്കിയിട്ട് കറി കഴിച്ചപ്പം ആരും നല്ലത് പറഞ്ഞു. ഇപ്പം എങ്ങനെയുണ്ട്? ഇന്നലെ ലക്ഷ്മി പറഞ്ഞില്ലേ, ആ 3 ദിവസം മുന്നേ ഉള്ള പയർ അതാണിത് എന്നാ പറഞ്ഞിരിക്കണത്. ഗെയിം മാറ്റി കണ്ട, ഇതാണ് അനുവിൻ്റെ ഗെയിം. മനസ്സിലായ? അപ്പോൾ അവിടെ അയ്യോ പാവം, മനസ്സിലായി? ആദ്യം പ്രശ്നം ഇട്ട് കൊടുക്കും. ഒരു ബാഡ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒരു ഗുഡ് പ്രശ്നം ആക്കും അതിനകത്ത്. അവിടെയാണ് ഗെയിം മാറുന്നത്. അപ്പം നിവിൻ, അപ്പം റേഷൻ എടുത്തില്ലേ? റേഷൻ എടുത്തു. അപ്പം അനീഷ് അങ്ങനെയൊന്നും പറയരുതേ, പാലും തൈരും ആണെന്നാണ് വിചാരിച്ചത്. അപ്പം സാബുമോൻ, നീ തെറ്റ് ചെയ്താൽ അത് സമ്മതിക്കണം കേട്ടോ. അപ്പം അനു, ഞാൻ ഒഴിച്ചു വെച്ചേക്കണ കണ്ടോ? ഞാൻ ഇവിടെ ഒഴിച്ചു വെച്ചേക്കണ കണ്ടോ? എനിക്കറിയാം പിഴിഞ്ഞതാണെന്ന്. അപ്പം അതുകൊണ്ട് അനു, ലക്ഷ്മിക്ക് കുക്കിംഗ് അറിയാമല്ലോ, ലക്ഷ്മി ഒന്ന് ചെയ്യുന്നാ പിന്നെ. അപ്പോൾ അടക്കം ലക്ഷ്മി, എനിക്ക് അത്രയൊന്നും അറിയില്ല, പക്ഷേ ഇതൊക്കെ കളയാതെ വേസ്റ്റ് ചെയ്യാതെ എടുത്ത് പനീറാക്കാനൊക്കെ എനിക്കറിയാം. അപ്പം അനീഷ്, സ്വാദിഷ്ടമായ ഫുഡ് ആർക്ക് വേണം? അനു അല്ലേ ഉള്ളത്. ഈ അനീഷ് തന്നെ രാത്രി, മഹാനടി നിനക്കറിയാമായിരുന്നു അല്ലേ അത് തൈരാണെന്ന് അല്ല പാലായിരുന്നു എന്നുള്ളത്? അനീഷ് പറഞ്ഞു കേട്ടായിരുന്ന? ഈ അനീഷാണ് ഇന്ന് രാവിലെ അനുവിനെ സപ്പോർട്ട് ചെയ്തത്. അനു അങ്ങനെയൊന്നുമല്ല. അപ്പം ലക്ഷ്മി, ഇത് ഹോട്ടലല്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, നമ്മളിവിടെ ആവശ്യത്തിനുള്ള കളിക്കാനാണ് വന്നത്. അപ്പം ആദില, പയറെടുത്തു ഞാൻ 2 സ്പൂൺ. അപ്പം അനു വഴക്കിടുന്നു, എന്നാണ് നീ പയറെടുക്കാൻ പോയത്? അപ്പം അനു, തെറ്റാണ് നീ എടുത്തത്. അപ്പോൾ ലക്ഷ്മി, ചിലതൊക്കെ കണ്ണടച്ച് പല കാര്യങ്ങളും ഈ അനുവിൻ്റെ കണ്ണടയ്ക്കുന്നത്, പക്ഷെ ചിലതൊന്നും കണ്ണടയ്ക്കാൻ പറ്റത്തില്ല. നിവിൻ, ഇവളാണ് കിച്ചൺ ഭൂതമോ? അപ്പോൾ ഷാനവാസ്, വെറുതെ മലർന്ന് കിടന്ന് കുറ്റം പറയല്ലേ അനുവിനെ. അത് കഴിഞ്ഞ് പുതിയ പാല് ബിഗ് ബോസ് കൊടുത്തേക്കുന്നു, എന്തിനാണ് ഈ വഴക്ക്? അപ്പോൾ അനു, ഞാനിടാ, ഒരു പാക്കറ്റ് ഉണ്ട്, നൂറ ഇടട്ടെ. നൂറ ഇവിടെ ആരുടെ കാടി വെള്ളം വാട്ടവെള്ളമൊന്നും വേണ്ട. ആദില, അപ്പോൾ നൂറ ഇടാൻ വേണ്ടി വരുന്നു, നൂറ ഇട്ട് കൊടുക്കുന്നത്. അതിൽ ഈ അനു എന്തോ കുടിക്കുന്നില്ല, അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നൂറ, ഷാനു പാല് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ അനു, എനിക്കറിയില്ല, അവിടെ ഉള്ളാത്ത മറ്റേ സാവുമാര് പാല് മാറ്റി വെക്കണം കേട്ടോ അനു, എനിക്കറിഞ്ഞല്ലോ, ഉണ്ടാക്കുന്നവർ തന്നെ മാറ്റി വെച്ചങ്ങോട്ട്. അപ്പോൾ അതിൽ അവൾ പർപ്പസ്ഫുള്ളി ഫൈറ്റ് ഉണ്ടാക്കാൻ നോക്കുകയാണ് കേട്ടോ. എല്ലാവരുടെയും വായിൽ ഇരിക്കുന്നത് അവൾ കേട്ട് മേടിക്കും. നൂറയുടെ അടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടുള്ളവർക്ക് അവൾ ഉണ്ടാക്കി കൊടുക്കും, ചേട്ടന്മാർക്ക്. അതാണല്ലോ അവരുടെ പരിപാടി. അവൾ വല്ല കുലസ്ത്രീയാവാൻ നോക്കുന്നതാണ്. കിച്ചണിൽ കയറുന്നതാണ് പറഞ്ഞിരുന്നത് വീട്ടുകാർ വരുമ്പോൾ. ഇപ്പോൾ ഫുൾ ടൈം കിച്ചണില്ല. അവൾ കാണിക്കുകയാണ്, അതൊക്കെ കാണിക്കുകയാണ്. അത് കഴിഞ്ഞ് പാവ ടാസ്ക് വരെയാണ്. ആ പാവ ടാസ്ക് അറിയാലോ, പാവയുടെ പല ഭാഗങ്ങളും അത് വരും, അത് കയറി പിടിക്കും, അത് എടുത്തിട്ട് അതിനെ ഫുൾ പാവയാക്കിയിട്ട് എടുക്കണം. ഒരു പാവയ്ക്ക് 5 പോയിന്റാണ്. അപ്പോൾ അനു, മാറി നിൽക്കുക അങ്ങോട്ട്, അക്ബറെ മാറിയിരിക്കാൻ. അക്ബർ അല്ല അവിടെ ചെയ്യുന്നത്, ആര്യനാണ് അനുവിൻ്റെ തലയിൽ ഇതിലൊക്കെ പിടിക്കുന്നത്. അക്ബർ അടുത്തോട്ട് നിൽക്കുന്നുണ്ട്. അടുത്തോട്ട് നിൽക്കാതെ 50 മീറ്റർ അകലെ നിൽക്കാൻ പറ്റില്ലല്ലോ. ഈ ടാസ്കിലെല്ലാം ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ആര്യൻ, മാറങ്ങോട്ട് അനു, അക്ബർ മാറിയിരിക്കും അങ്ങോട്ട്, മാറിയിരിക്കും, ഇത് ബസ്സല്ല ഇങ്ങനെ നിൽക്കുക, ബസ്സിനകത്ത് നിൽക്കുന്ന പോലെ ഇവിടെ നിൽക്കണ്ട. അപ്പം അനു അക്ബറിന് ദേഷ്യം വന്നു, കാര്യം അത് മോശമായിട്ട് രീതിയിലാണ് പറഞ്ഞത്. അപ്പം നീ മാറിയെന്നോ, നീ കൂടുതൽ വളച്ചൊടിക്കരുത്, നിന്റെ വളച്ച് വർത്താനൊന്നും ഇവിടെ വേണ്ട കേട്ടോ, നീ ബോഡി ഇറങ്ങി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിവിൻ ഫ്രണ്ടിലേക്ക് വരുന്നു. അപ്പോൾ ലക്ഷ്മി, ബാരിക്കേഡ് തകർക്കരുത്. അക്ബർ, കൈ നമ്മൾ കൈയുടെ ലെങ്ത് ഉപയോഗിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ അനു, ഇങ്ങോട്ട് കയറി വരണ്ട, ആരും ഇങ്ങോട്ട് കയറി വരണ്ട. അപ്പോൾ ആര്യൻ കയറി വരുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി, ഇത് ഫിസിക്കലല്ല, ബിഗ് ബോസ് ഫിസിക്കലാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ബസറടിക്കുന്നു, പാവ വരുന്നു, എല്ലാവരും എടുക്കുന്നു. അപ്പോഴത്തേക്ക് ലക്ഷ്മി കുത്തി കയറ്റുന്നു. അനു അതിൻ്റെ ഇടയിൽ കൂടി ഇരിക്കുന്നു. സത്യം പറഞ്ഞാൽ അനു അവിടെ ഇരിക്കുന്നുണ്ട്, ഇതാവുന്നുണ്ട്. കാര്യം അനു സൈസ് കുറവാണ്. ഒന്നെങ്കിൽ ലക്ഷ്മിക്ക് അനുവിനെ ഫ്രണ്ടിൽ നിർത്താമായിരുന്നു, അതാണ് അനുവിന് നല്ലത്. ലക്ഷ്മിക്ക് ഫ്രണ്ട് ഇത്രയ്ക്ക് സ്നേഹം തോന്നിയ ലക്ഷ്മിക്ക് എന്തുകൊണ്ട് അനുവിനെ ഫ്രണ്ടിൽ നിർത്താത്തത്? നിർത്തണമായിരുന്നു. അപ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അക്ബർ എടുക്കുന്നു. അപ്പോൾ ലക്ഷ്മി, ദാറ്റ് ഈസ് മൈൻ, താടാ. അപ്പോൾ അനീഷ് അനീഷാണ് ഏറ്റവും കൂടുതൽ എടുക്കണത്. ലക്ഷ്മി, വല്ലതും പറ്റിയോ? അപ്പോൾ അനു, എന്നെ മൂക്കിടിച്ച് പരത്തി അറിയാമോ? ഇവൻ എന്ത് കപ്പെടുക്കും? കപ്പെടുക്കാനെങ്കിൽ ഇവൻ യോഗ്യതയുണ്ടോ അവന്? അപ്പോൾ ലക്ഷ്മി, ബോഡി വെയിറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ബോഡി ഹൈറ്റ് ഉണ്ട്, നിങ്ങൾ അക്ബർ മാത്രമാണ് ഇത്ര ഫിസിക്കലാവുന്നത് അക്ബർ മാത്രമാണ്. ലക്ഷ്മി, അയ്യോ മൂക്കിന് ചോര വരുന്നു, കണ്ടില്ലേ ആ കുട്ടിയുടെ മൂക്കിന് ചോര വരുന്നത്? ആരും ചെയ്തത് കണ്ടോ? അതുപോലെ ചെയ്യണം. അപ്പോൾ അനു, പെൺകുട്ടികളെയാണ് ഇവിടെ നിൽക്കുന്നത്, പെൺകുട്ടികളുണ്ടെന്ന് അറിയാമോ? ഇവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്, ആൺകുട്ടികളടുത്ത് പെരുമാറുന്ന പോലെ പെൺകുട്ടികളോട് പെരുമാറരുത് കേട്ടല്ലോ എന്ന് കരയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി, നിന്റെ ബോഡി വെയിറ്റും ഹൈറ്റും അനുസരിച്ച് നല്ല രീതിയിൽ കളിക്കാൻ നോക്ക് അക്ബറെ, നീ നന്നായിട്ട് കളിക്കാൻ നോക്ക്, ഇങ്ങനെയല്ല യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അക്ബർ, ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അനു, നീ ഒരിടത്തും എത്തില്ലടാ, നീ പണ്ടാരടം കൂടെ എത്ര കപ്പടിച്ചാലും നീ ഒരിടത്തും എത്തൂലടാ, ശപിക്കുകയാണ്. അപ്പോൾ ആദില, അനീഷ് അവിടെ കിടന്ന് അനീഷേട്ടാ ബുദ്ധിമുട്ടി എടുക്കുകയാണല്ലോ. അപ്പോൾ അനീഷ്, എന്തിൻ്റെയെങ്കിലും ചോര, ഒരു തുള്ളി ചോര എൻ്റെ ദേഹത്ത് നിന്ന് വീണാൽ അത് 16 മടങ്ങായിട്ട് ഞാൻ തിരിച്ചു തരും. അപ്പം ലക്ഷ്മി, ഫെയർ ആയിട്ട് എല്ലാവരും കളിക്കണം, അത് നമ്മൾ കണ്ട് ഫെയർ ആയിട്ട് കളിക്കണത്. അപ്പോൾ അനീഷ്, ഇപ്പോൾ ഗ്രൂപ്പ് ഉണ്ടാക്കി എക്സ്ചേഞ്ച് നടക്കും. പക്ഷേ എക്സ്ചേഞ്ചാണ് നടത്തിയത് അനീഷ് ഉൾപ്പെടെയുള്ള ആൾക്കാർ. ഇതെല്ലാം എടുത്തു കഴിഞ്ഞ ശേഷം ഒരു കൈ ഉണ്ടോ,
കാലുണ്ടോ എന്ന് പറഞ്ഞ് എക്സ്ചേഞ്ച് ചെയ്തത് അനീഷാണ്. അപ്പോൾ ലക്ഷ്മി, നീ ഉപദ്രവിച്ചു, ഞാൻ ഉറപ്പിച്ചു, നീ ഉപദ്രവിച്ചു, നീ നീചമായി, ഒരു സോറി പോലും നീ പറഞ്ഞില്ല. അപ്പോൾ അക്ബർ എന്നെ മോശക്കാരനാക്കി ചിത്രീകരിച്ച പിന്നെ ഞാൻ എന്ത് സോറി പറയണം? അപ്പോൾ ലക്ഷ്മി, നിന്നെപ്പോലത്തെ ഒരു ജീവി ഉണ്ടോ ഇവിടെ? നിന്നെ ഇതേ പ്രതീക്ഷിക്കാവൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അക്ബർ എൻ്റെ മേത്ത് വന്നു, എൻ്റെ കയ്യും കാലും എല്ലാം പൊടിഞ്ഞു, എൻ്റെ കയ്യും കാലും ഒക്കെ ഉരുണ്ട്, അങ്ങനെ എന്തൊക്കെ പറയാം, നിലത്ത് കിടന്ന് അനീഷിന്റെ ഡയലോഗാണ്. അക്ബർ എൻ്റെ മേത്ത് തൊട്ടാൽ, എൻ്റെ മേത്ത് നിന്ന് ഒരു ചോര വന്നാൽ കയ്യും കാലും നിരത്ത് കിടന്ന് ഉരുളും, നോക്കിക്കോ. അപ്പൊ ആദില, ഭീഷണിയാണോ? അക്ബർ, നിന്റെ മൂക്കിടിച്ച് ഞാൻ പരത്തും കേട്ടോ, പോടാ ഇറങ്ങി അവിടെ നിന്ന് അനീഷിനെ. അപ്പൊ അനു, എനിക്ക് ബ്ലഡ് ഒരു പ്രശ്നമില്ല, പക്ഷെ ഓരോ ഭാഗങ്ങളിൽ ചതഞ്ഞ് ഇത്ര കിട്ടിയിട്ടും എനിക്ക് എല്ലാവരും കാണുന്നില്ലേ, എൻ്റെ മൂക്കിൻ്റെയൊക്കെ അവസ്ഥ കാണുന്നില്ലേ? അപ്പൊ അക്ബർ, നീ അങ്ങനെ പറയല്ലേ. അപ്പൊ അനു, എനിക്ക് ഇവന്റെ ജന്തുവിന്റെ മാപ്പൊന്നും എനിക്ക് വേണ്ട. നീ ഇവനെ വെള്ള പൂച്ചയാണ് ചെയ്യുന്നത്. അക്ബർ, നിന്റെ PR പോലെയല്ല. അപ്പൊ അനു, ആരും ഉപദ്രവിക്കുന്നില്ല, ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ഞാൻ ബസ്സിന്റെ കാര്യം ഹിന്ദി അത് തന്നെ തൊടാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടാണ്. അക്ബർ, ബസ്സിന്റെ കാര്യത്തിൽ ചിലർ നിൽക്കുന്നത് പോലെ, ബസ്സിൽ നിൽക്കുന്നത് പോലെ ആണോ നീ ഉദ്ദേശിക്കുന്നത്? നിന്റെ സ്റ്റാൻഡേർഡ് അതാണ്, എനിക്കറിയാം, അതാണ് നിന്റെ സ്റ്റാൻഡേർഡ്, അതാണ് നിന്റെ മനസ്സിലെ കറുപ്പ്. അപ്പൊ അനു, അവൻ അങ്ങനെ തന്നെ നിന്നത്. അപ്പൊ ആദിലെ പിടിച്ചു വെച്ചിട്ട് അക്ബർ എങ്ങനെ നിന്നെന്നുള്ളത് കാണിക്കുകയാണ് അനു. അപ്പം നവീൻ, എടി വൃത്തിയിട്ട ചീപ്പ് വർത്താനം പറയാതെടി. ഇപ്പൊ ലക്ഷ്മി, അങ്ങനെ പറയല്ലേ, ആ വാക്ക് യൂസ് ചെയ്യല്ലേ, എന്തോ ഒരു വാക്ക് യൂസ് ചെയ്തോ, ഷാ എന്ന് വെച്ചിട്ട് എന്തോ ഒരു വൃത്തിയുടെ വാക്ക് അറിയില്ല, മാറി നിൽക്കാൻ പറയാം, നീ അങ്ങനെ പറയില്ല, അൺകംഫർട്ടബിൾ ആണെങ്കിൽ നീ മാറി നിൽക്കാൻ പറയണം. അപ്പോൾ ലക്ഷ്മി അവസാനം പാവ എടുക്കുന്നു, പാവ വരുന്നു, ഷാനവാസ് മാറി നിൽക്കുന്നു, അനീഷ് വാരി എടുക്കുന്നു, അക്ബർ എന്ന് വിളിക്കുന്നു. അപ്പോൾ അക്ബർ, ഞാനൊന്നും ചെയ്യുന്നില്ല, വെറുതെ വിളിക്കുന്നത്. അപ്പോൾ അനു നിവീനും, അത് കഴിഞ്ഞ് അടുത്ത റൗണ്ടിൽ അനു നിവീനും ആരും കൂടെ അടിയുണ്ടാകുന്നു. അതിൽ പോടാ എൻ്റെ പാവ എടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞ് അനു കിടന്ന് ഭയങ്കര കരയുന്നു. നിവിൻ്റെ കയ്യിലും അള്ളിയിട്ടുണ്ട്, ഇതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നിനക്ക് കിട്ടുവടാ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നിവിൻ്റെ മാന്തി അതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം നിവിൻ പറയാണ്, ഇത് നോക്ക് എന്നെ മാന്തിയത്, ഇതൊന്നും അവർക്ക് ന്യായീകരിക്കാൻ പറ്റില്ല, അതൊന്നും പ്രശ്നമില്ല, ഇതാണ് ഫിസിക്കൽ അസോൾട്ട്. അപ്പം അക്ബർ, അനീഷേട്ട ശരിക്കും തല അകത്തിട്ടടാ. അത് കഴിഞ്ഞ് ലക്ഷ്മി വരുമ്പോഴും നിവിൻ കാണിച്ചു, ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കും. ഇവിടെ കൂടി നിന്ന് എല്ലാവരും എൻ്റെ കാലിൽ കണ്ടോ, അവളുടെ കാലിൽ നിന്ന് ഞാൻ ഒരു ഇതെടുത്തു, അപ്പോഴാണ് എന്നെ അള്ളി വാന്തി കീറിയത്, കണ്ടോ. അപ്പം അനു, പിന്നെ ഞാൻ നോക്കി നിൽക്കും, നീ എൻ്റെ പാവ എടുത്തു കഴിഞ്ഞാൽ. അങ്ങനെ കൺവെയർ ബെൽറ്റിൻ്റെ അടുത്ത് ലക്ഷ്മി പോയിട്ട് ചോദിക്കും, നീ മാന്തിയോ? ഞാൻ മാന്തി, എൻ്റെ പാവയെ തൊട്ടാണല്ലോ ഞാൻ പിച്ചും മാന്തും കടിച്ച് പറിച്ച് കീറും, നോക്കിക്കോ. അപ്പം നിവിൻ, പിന്നെ നീ ആര് അപ്സരസോ നിന്നെ നോക്കി വിൽക്കാൻ വേണ്ടിയിട്ട്? അയ്യോ, അപ്സര കന്യക ഇറങ്ങി ചൂട് ചായാണ് എൻ്റെ കയ്യിരിക്കണത്. ഈ സമയം കൊണ്ട് ആദില പോയിട്ട് അവിടെ മോഷണം ആരംഭിക്കുകയാണ്. ഷാനവാസും അനീഷും കൂടെ. വേണമെങ്കിൽ ഞാൻ സഹായിക്കാം, എനിക്ക് ആ ഷാനവാസിനെ പൂർണ്ണ വിശ്വാസമുണ്ട്, അത് വേറൊരു ഗെയിം. ഇപ്പം അനീഷാണ് ഷാനവാസിനെ ഗെയിം കളിക്കുന്നത് കേട്ടോ. ആദില പോയി അക്ബറിൻ്റെ എടുക്കുന്നു, അനു വീണ്ടും അവിടെ എടുത്തിട്ട് ഒളിച്ചു വെക്കുന്നു കേട്ടോ ആദില. നിവിൻ വരുന്നു, അവിടെ കിടന്ന് ഇഴഞ്ഞു വരുന്നു. അപ്പം നിവിൻ 2 പാവ എടുത്ത് ഇഴയുന്നു. ഷാനവാസ് കാണുന്നു, ഇതെൻ്റെ പാവ, താൻ പോണോ അവിടെ നിന്നൊക്കെ പറഞ്ഞ് പോകുന്നു. കൺവെയർ ബെൽറ്റിൻ്റെ അടുത്ത് അടുത്ത ബസർ വരുന്നു. അനു ഫ്രണ്ടിൽ നിൽക്കുകയാണ്, ഫുൾ പാവ പുള്ളിക്കാരി എടുക്കുന്നത്. അനീഷും നൂറയും തമ്മിൽ ഭയങ്കര പിടിയും ബഹളവും അടിയും. ആദില ഇവിടെ മോഷണം കണ്ടിന്യൂ ചെയ്യുന്നു. അനീഷ് കടിക്കുന്നു, അക്ബർ അടിക്കുന്നു, എന്നെ കടിച്ചാൽ ഞാനും അടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ലക്ഷ്മി ഇവിടെ അൺഫെയർ ആയിട്ട് സ്നാച്ച് ചെയ്യുന്നു. അപ്പോൾ ആര്യം പറയാണ്, ലക്ഷ്മി നിനക്ക് തട്ടിപ്പറിക്കുന്നുണ്ടല്ലേ? ഞാൻ തട്ടിപ്പറിച്ചു. നീയും തട്ടിപ്പറിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നൂറ, ആദിലെ, അനു, അക്ബർ വരുന്നു ഉണ്ടായി. അയാൾ വരണമെങ്കിൽ എന്ത്, ഇവിടെ ക്യാമറയുണ്ട്. അപ്പോൾ അക്ബർ, അപ്പോൾ നീ എൻ്റെ പാവ എടുത്തല്ലേ ആദിലെ? വളരെ ചീപ്പ് കളിയായിപ്പോയി, നിനക്ക് മാത്രമേ അറിയാന്നുള്ളൂ എൻ്റെ പാവ എവിടെയാണെന്നുള്ളത്. അത്രേ ഉള്ളൂ, വളരെ ചീപ്പായിപ്പോയി. അപ്പോൾ അക്ബർ, നേരത്തെ ഫെയർ കളിക്കാമെന്ന് പറഞ്ഞിരുന്നതാണല്ലോ, മോഷ്ടിക്കില്ലെന്ന് പറഞ്ഞിരുന്നതാണല്ലോ, എന്നിട്ട് ഈ കളി കളിച്ചത് ശരിയായില്ല. അപ്പം നിവിൻ, ഞാനല്ല. അങ്ങനെ ലിവിംഗ് റൂമിലെല്ലാം വിളിച്ചിരുത്തി എല്ലാവരുടെ പോയിന്റ്സ് പറയാണ്. ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടിയത് ആര്യനാണ്, 145 പോയിന്റ്. തൊട്ട് പുറകെ അനുവും അതേപോലെ തന്നെ അനീഷും 120 പോയിന്റ്. അപ്പോൾ ഇതിനകത്ത് അക്ബർ 3ാമത്തെ പൊസിഷനിൽ നിന്ന് അക്ബർ നേരെ താഴെ പോയായിരുന്നു കേട്ടോ. കാര്യം അക്ബറിന് 0, ഷാനവാസിന് 0, സാബുവിന് 0 ഒക്കെയാണ്. അതിൻ്റെ തൊട്ട് താഴെ എനിക്ക് തോന്നുന്നു ഐ തിങ്ക് 120, 90 ആദിലയുണ്ട്. അതേപോലെ തന്നെ ആദിലയുണ്ട്. അങ്ങനെ ആദിലയൊക്കെ ഒരു പടി മുന്നിലേക്ക് കയറി. ഓക്കെ, എന്തായാലും ഫസ്റ്റ് 3 പൊസിഷനിൽ ആര്യൻ, അനു, അനീഷ് ഇങ്ങനെയാണ് കിടക്കുന്നത് കേട്ടോ. ആര്യൻ, അനു, അനീഷ് ഇങ്ങനെയാണ് കിടക്കുന്നത്. ആദില ഇങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ അനീഷ് പറയാണ്, എന്നെ എപ്പോഴും പ്രശ്നക്കാരനാക്കും, ഞാൻ മാത്രമാണ് പ്രശ്നക്കാരൻ, ഞാൻ മാത്രമല്ല മുഖം ഇട്ടത്, നിങ്ങളെല്ലാവരും മുഖം ഇട്ടു. അത് കഴിഞ്ഞ് ആര്യനും അക്ബറും നിവിൻ പറയാണ്, ഞാൻ 2 പാവ എടുത്തു. അപ്പോൾ ആദില, ഇയാൾക്ക് ഫിസിക്കൽ അസോൾട്ട് കളിക്കാമെങ്കിൽ എനിക്ക് തല ഉപയോഗിച്ചിട്ട് ഗെയിമും കളിക്കാം. അപ്പം നൂറ, അത് കളിക്കാം, നിനക്ക് കളിക്കാം. അപ്പോൾ ആര്യൻ ഇവിടെ ആര്യം പറയാണ്, അനുവിന് ഫസ്റ്റ് റൗണ്ടിൽ എത്ര കിട്ടി?
ആദിലേക്ക് എത്ര കിട്ടി? ഇതൊന്നും വെറുതെ കിട്ടിയത്, ഇതൊക്കെ നിന്റെ പാവയായിരിക്കും. ഇവിടെ നിന്ന് എടുത്ത് അടിച്ചു മാറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതാണ്. കറക്റ്റാണ് ആര്യൻ പറഞ്ഞത്. ആദ്യം അപ്പം നൂറയ്ക്ക് 4 പാവേ കിട്ടിയിട്ടുള്ളൂ. നൂറയുടെ 4 പാവയിൽ ഒരു പാവ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഷാനവാസിൻ്റെ ഒരു പാവ അനുവിന് കൊടുത്തിട്ടുണ്ട്. ആദില പിന്നെ അനുവിൻ്റെ പാവ നിവിൻ മോട്ടിച്ചിട്ടുണ്ട്, നിവിനും മോട്ടിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആദിലയും നൂറയും ഒന്നും ആരിൻ്റെ അക്ബർ ഒന്നും അറിയാത്ത പോലെ ആരിൻ്റെ അക്ബർ ഇക്ക എന്ത് പറ്റി, എന്നാലും ഫെയറായിട്ട് കളിക്കാന്ന് പറഞ്ഞിട്ട് നീ മോട്ടിച്ചില്ലേ? ഞാനൊന്നും എടുത്തില്ല അക്ക, സാരമില്ല പോട്ട്. അത് കഴിഞ്ഞ് എടീ ഞാനാടി എടുത്തത്. അപ്പോൾ അനു നീയാ എടുത്തത്, പിന്നല്ലാണ്ട് വേസ്റ്റ് സ്റ്റോർ റൂമിൽ കൊണ്ടുവെക്കാൻ വേറെ പണിയില്ല, എനിക്ക് പ്രാന്താ, ഞാനെല്ലാം എടുത്ത് എൻ്റെ ഇതിൽ വെച്ച്. ഓ സൂപ്പർ സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സാബുമാൻ അക്ബറെ നിങ്ങൾ നന്നായിട്ട് കളിച്ചാണ്. അക്ബർ ഈ അനുമോളുടെയൊക്കെ പരിപാടി എന്തെന്നറിയാമോ? എന്നെ ഒരു വില്ലനാക്കി ചിത്രീകരിക്കാം എന്നിട്ട് ഞാൻ അവളെ അതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്നാണ് അവളുടെ. പക്ഷെ അത് നടക്കൂല, ഞാൻ ഒരിക്കലും അവളെ അങ്ങനെ ആക്കൂല. അത് അക്ബറിൻ്റെ ഗെയിമാണ്. അക്ബർ ഇനി ഒരിക്കലും അനുവിൻ്റെ പുറകെ പോവില്ലെന്നാണ് അക്ബർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അപ്പുറത്തിരുന്ന് അനുവും ആദിലയും പറയണത് സാബുമാൻ മാനിപ്പുലേഷനിൽ വീഴും. അപ്പോൾ അക്ബർ ഇപ്പുറത്തിരുന്ന് ഇവിടെ നിവിൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അതെ ഇന്ന് പാല് അവൾ തൈരെന്ന് പറഞ്ഞു, എന്നിട്ട് നമ്മളെയൊക്കെ ഇതാക്കി, അത് അവളുടെ ഗെയിമാണ്, മനസ്സിലായല്ലേ? അപ്പോൾ ഇപ്പുറത്ത് അനു ഇരുന്ന് ഞാൻ സത്യം പറഞ്ഞാൽ പാലെന്ന് മനസ്സിലായി, ഞാൻ പിന്നെ തൈരെന്നാണ് പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കറക്റ്റ് അവർ രണ്ടുപേരും വളരെ കോയിൻസിഡൻസ് ആയിട്ട് കറക്റ്റ് ഗെയിം പറയുന്നുണ്ട്. രാത്രി അനു ഞാൻ അറിഞ്ഞില്ല പനീറാണെന്നുള്ള കാര്യം, അപ്പോഴാണ് പിന്നെയാണ് മനസ്സിലായത് പനീറിൻ്റെ കാര്യം മനസ്സിലായപ്പോൾ എനിക്ക് പാലാന്ന് മനസ്സിലായത്. അപ്പോൾ അനീഷ് ഒരു തരത്തിലും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അനീഷ് ഒരു പാക്കറ്റ് പാലും ഒരു പാക്കറ്റ് തൈരും എന്നാണ് അനു എന്നോട് പറഞ്ഞത്. എന്തായാലും മഹാനടി എന്നോട് ഇതൊന്നും പറഞ്ഞില്ല. അപ്പോൾ ആദില പാല് തൈരായി എന്ന് അനു പറഞ്ഞു. അപ്പോൾ എല്ലാവരും അനീഷേട്ടൻ വിചാരിച്ചു തൈരാണെന്ന്, അത്രേ ഉള്ളൂ. അപ്പോൾ അക്ബർ ഇവിടെ വിശക്കുന്നു. അപ്പോൾ അനു നമുക്ക് ഒരു കാര്യം ചെയ്യാം, കടലമാവിൽ ഇതിട്ടിട്ട് അവൻ്റെ മുന്നിൽ പോയി കഴിക്കാം. ആര്യനും അക്ബറും പെട്ടു. എന്നിട്ട് ബുൾസൈ ഉണ്ടാക്കി കൊടുത്തു, അത് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ സാവുമാൻ ഇവിടെ അനു ബുൾസൈ ഉണ്ടാക്കാനല്ലേ വന്നത്, ഇപ്പം ഈ കടലമാവൊക്കെ എടുക്കണതിന് ഇത് നാളെ ചർച്ചയാവും കേട്ടോ. ഞാൻ എനിക്ക് വേണ്ടിയിട്ടൊന്നും അല്ല എടുത്തത്, ആദിലേക്ക് നൂറയ്ക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിന് പുള്ളിക്കാർ സ്വന്തമായിട്ട് കഴിച്ചത്. എന്നിട്ട് സാവുമാൻ അകത്ത് പോയിട്ട് അനു അവിടെ പോയിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ പുള്ളിക്കാരിക്ക് വേണ്ടെന്നാണ് പറയണത്. അപ്പോൾ നൂറ ഇതാണ് ഓളുടെ കുഴപ്പം, ഓള് എന്നെ ഉള്ളി എടുക്കാൻ സമ്മതിച്ചില്ല, പയറെടുക്കാൻ സമ്മതിച്ചില്ല. പക്ഷെ ഓളിപ്പോൾ എന്താണ് കാണിക്കുന്നത്? ആര്യൻ എടാ ഒരു ചെറിയ കടലമാവല്ലേ എടുത്തുള്ളൂ, അതല്ല ഓൾ അങ്ങനെയല്ല ചെയ്യുന്നത്, അവള് വരെ നന്മമരം കളിക്കുന്നു. പക്ഷെ ഷാനവാസ് ആരോട് ചോദിച്ചിട്ടാണ് നീ എടുത്തത്? ഞാൻ ആരോട് ചോദിച്ചു, ഞാനങ്ങ് എടുത്തു. എടീ നീ ആരോട് ചോദിച്ചാണ് എടുത്തത്? എനിക്കൊരു ഉള്ളി പോലും തന്നില്ലല്ലോടി കിച്ചൺ ഭൂതമേ, നീ തന്നോടി എനിക്ക്? തന്നില്ല, എന്ത് കുഴപ്പം, ഞാനിത് എടുത്തു. താടി ഞാൻ സമ്മതിക്കില്ലടി, നിന്നെ കഴിക്കുന്നത് സമ്മതിക്കില്ല, ഇത് റേഷൻ അല്ല. അപ്പോൾ നൂറ ഇത് നേഷനാണ് അനു, ഇത് റേഷൻ അല്ല, താടി സമ്മതിക്കില്ല, പോടാ ഇറങ്ങി തരൂല, പോടാ എന്ന് പറഞ്ഞാൽ അവിടെ കൂടെ അനു അന്ന് താഴെ വീഴുന്നത് വളരെ മോശം. അത് കഴിഞ്ഞ ശേഷം നിവിൻ നീ കഴിക്കില്ലടി, നിനക്ക് കാണിച്ചു തരാടി എന്ന് പറഞ്ഞ് അനുവിൻ്റെ പുറകെ നീ ഉള്ളി തരാതില്ലടി, തരൂല എന്ന് പറഞ്ഞ് അത് അവസാനം ദോശ ഫുൾ അനു കഴിക്കുന്നു. ഇപ്പം എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് തരാൻ വേണ്ടി വന്നതല്ലേ, ഇപ്പം എങ്ങനെയുണ്ട് അവൾ ദോശ കഴിച്ചത്? നിനക്ക് കാണിച്ചു തരാടി, ബിഗ് ബോസ് കൊടുക്കാൻ പറഞ്ഞ പാവ നീ ഒളിപ്പിച്ച് വെച്ചേക്കാണല്ലേ, ഇതെന്താടി എന്നെ പാവാടാ, ബിഗ് ബോസ് കൊടുക്കാൻ പറഞ്ഞ പാവയാണ്. നിന്റെ പെർഫ്യൂം കാണിച്ചു തരാടി, നിന്റെ പെർഫ്യൂം. അയ്യോ എന്റെ പെർഫ്യൂം താടാ, ഇല്ല തരില്ലടി, നിനക്ക് പെർഫ്യൂം തരില്ലടി, എന്റെ പെർഫ്യൂം താടാ ഇങ്ങോട്ട്, തരില്ല, നിനക്ക് പെർഫ്യൂം തരൂല എന്ന് പറഞ്ഞിട്ട് നേരെ താടാ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അവസാനം പാവയും കൊണ്ട് പോകുന്നു. അവസാനം നിവിൻ ഇവിടെ അക്ബർ പറയുന്നു, നീ അല്ലേ എല്ലാവർക്കും കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഉണ്ടാക്കി, എന്നിട്ട് നീ എന്തോന്നാ കാണിച്ചു കൂട്ടിയത് എന്ന് അക്ബർ ചോദിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പം നാടകം അവസാനിച്ചു. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.